ബജറ്റിൽ കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനത്തെ ബി.ജെ.പി. നേതൃത്വം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും പ്രധാന നേതാക്കൾ ബജറ്റ് കേൾക്കാൻ എത്തുകയും ചെയ്തു. പക്ഷേ ബജറ്റ് പ്രഖ്യാപനം വന്നതോടെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ നേതാക്കന്മാർ ഓരോരുത്തരായി മുങ്ങി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയെങ്കിലും ദുർബലമായ പ്രതിരോധമായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റായതിനാൽ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതൃത്വം വലിയ പ്രതീക്ഷയിലായിരുന്നു. അതിവേഗതയിലും എയിംസും ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന നിലയിലാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ബജറ്റ് പ്രസംഗം കേട്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതോടെ എല്ലാവരും ഒന്ന് ഉഷാറായി. പിന്നെ ആമസംരക്ഷണ പദ്ധതിയല്ലാതെ മറ്റൊന്നും പ്രഖ്യാപിക്കുന്നില്ലെന്ന് കണ്ടതോടെ പതിയെ പതിയെ പലരും പല വഴിക്ക് പോയി. ബജറ്റ് പ്രസംഗം കഴിഞ്ഞ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ഓഫീസിലുണ്ടായിരുന്ന നേതാക്കളെല്ലാം അകത്തേക്ക് വലിഞ്ഞു. പിന്നെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ റീ എൻട്രി. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളൊരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിന് ചർച്ച ചെയ്യണം. ഇ ശ്രീധരൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേയെക്കുറിച്ചുള്ള ചോദ്യം സംസ്ഥാന പ്രസിഡന്റിന് തീരെ ഇഷ്ടമായതുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? AKG സെന്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് 75% സ്കൂള് സേഫാക്കാൻ കാശില്ല. എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ആരെയാണിത് പറ്റിക്കുന്നത്? ചോദ്യങ്ങൾ തീരുന്നില്ലെന്ന് കണ്ടപ്പോൾ തന്റെ മലയാളത്തെ സ്വയം പഴിച്ചായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ തടിയൂരൽ. ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി. വിജയിച്ച സമയമായതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് ബജറ്റിൽ വാരിക്കോരി നൽകുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അമിത പ്രതീക്ഷയും പാഴായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.